ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഹലോ, ഞാൻ രമണൻ പിള്ളയാ, സത്യമ്മയുടെ വീട്ടിലെ. മനസ്സിലായി പിള്ളച്ചേട്ടാ. ശാലിനി കുഞ്ഞിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതാ ഞാൻ ഈ നമ്പറിലേക്ക് വിളിച്ചത്. ശാലിനി ഇവിടെ ഉണ്ട്, കൊടുക്കട്ടെ? എങ്കിൽ വലിയ ഉപകാരമായി. പിള്ളച്ചേട്ടനാ, നിന്നോടെന്തോ പറയാനുണ്ടെന്ന്. പിള്ളച്ചേട്ടാ പറഞ്ഞു, ശാലിനിയ. കുഞ്ഞെ, എല്ലാം പോയി കുഞ്ഞെ. നമ്മുടെ വീട് ജപ്തി ചെയ്തു. മോളെ, സാധനങ്ങളെല്ലാം പുറത്തിട്ടേക്കുക. ഞാനും പൊന്നിയും ഗേറ്റിന് പുറത്തുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അച്ഛനും സത്യമ്മയൊക്കെ. വിഷ്ണുട്ടൻ അവിടെ ഇല്ലേ? ആ ചന്ദ്രബോസ് പോലീസുകാരനോട് വഴക്കുണ്ടാക്കിയിട്ട് വിഷ്ണു കുഞ്ഞ് എവിടേക്കോ പോയിരിക്കുക. ഞങ്ങളോട് സാധനങ്ങളൊക്കെ എടുത്തോളാൻ പറഞ്ഞിട്ട് സത്യാമ്മയും രാഘവൻ സാറും കൂടി ഓട്ടോ പിടിച്ച് എങ്ങോട്ടും ഇറങ്ങിപ്പോയി. വീട് പൂട്ടി സീൽ ചെയ്തിട്ട് ചന്ദ്രബോസും വന്നവരൊക്കെ പോയി. ഞങ്ങളിപ്പോ പുറത്തേക്കുക. വിളിച്ചിട്ട് ആരും ഒട്ടും ഫോൺ എടുക്കുന്നുമില്ല. ഞങ്ങൾ എന്താ കുഞ്ഞാ വേണ്ടത്? പിള്ളച്ചേട്ടാ, തൽക്കാലം അവിടെ തന്നെ നിൽക്ക്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അല്പം കഴിയുമ്പോ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി. എന്താ മോളെ? കിടക്ക്. മോളെ, എന്താ പറ്റിയേ? ജപ്തി നടന്ന അമ്മ. അയ്യോ, എന്താ പറഞ്ഞ? ഇങ്ങോട്ട് വിളിക്കാന്ന്, ഇവിടെ തന്നെ നിൽക്കാൻ. സാധനങ്ങളൊക്കെ പിള്ളച്ചേട്ടനെയും പൊന്നെ ഏൽപ്പിച്ചിട്ട് അച്ഛനും സത്യമയും കൂടി എങ്ങോട്ടോ പോയെന്നാ പറഞ്ഞത്. അപ്പൊ വിഷ്ണു അവിടെ ഇല്ലേ മോളെ? ചന്ദ്രബോസും ഒക്കെ ആയിട്ട് എന്തോ വഴക്കൊക്കെ ഉണ്ടായി. എങ്ങോട്ടാ പോയെന്ന് പിള്ളച്ചേട്ടനും അറിയില്ല. വഴക്ക് മാത്രമല്ലേ ഉണ്ടായുള്ളൂ, ദേഹോപദ്രവൊന്നും ഉണ്ടായില്ലല്ലോ. അങ്ങനെയാ പിള്ളച്ചേട്ടൻ പറഞ്ഞത്. ഇനി സത്യാവസ്ഥ അറിയണമെങ്കിൽ അവിടെ ആരെങ്കിലും ഒന്ന് നേരിട്ട് ചെല്ലണം. പൊന്നിയും പിള്ളച്ചേട്ടനും അവിടെ തന്നെ നിൽക്കുക. അത് അനു ഒന്ന് അവിടെ വരെ പോണം. ചെന്ന് അവിടുത്തെ അവസ്ഥ എന്താണെന്നൊന്ന് അറിയണം. എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്യണം. മോളെ, സത്യാമ്മേൻ രാഘവേട്ടനും എങ്ങോട്ടാ പോവാൻ സാധ്യത? നമ്മൾ പോയി വിളിച്ചാലൊന്നും നമ്മുടെ കൂടെ വരില്ലല്ലോ. വസുമതി ആന്റിയുടെ അടുത്ത് എന്തായാലും പോവില്ല. പിന്നെ അടുത്ത ബന്ധുക്കളെന്ന് പറയാൻ അങ്ങനെ ആരുമില്ല. സത്യമ്മ അങ്ങനെ ആരോടും അടുപ്പൊന്നും കാണിച്ചിട്ടില്ല. പിന്നെ എവിടെയായിരിക്കും പോയിരിക്കുക? വല്ല കടുങ്കൈ വല്ലം കാണിക്കേ? അങ്ങനെ ഒരു പേടി വേണ്ടമ്മ. സത്യം ഒരിക്കലും ആ വഴി സ്വീകരിക്കില്ല.